കുറേ ബന്ധുക്കളായ ആളുകളെയും സുഹൃത്തുക്കളെയും ഗർഭനിരോധിത വിഷയങ്ങൾക്ക് വേണ്ടി ധാരാളം മാർഗങ്ങൾ പ്രയോഗിക്കുന്നതായും അതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രയാസങ്ങൾ വിശിഷ്യ സ്ത്രീകൾ അനുഭവിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് വളരെ ഗൗരവമായി നിങ്ങളോട് സംവദിക്കാൻ തീരുമാനിക്കുന്നത്. ആദ്യമായി, ഗർഭനിരോധിത മാർഗങ്ങൾക്ക് ഇന്ന് മനുഷ്യർ ധാരാളം രീതികളെ അവലംബിക്കാറുണ്ട്. വ്യാപകമായി കാണുന്നത് പ്രസവം നിർത്തുക എന്ന പേരിൽ ചെയ്യുന്ന ശസ്ത്രക്രിയയാണ്. പറയുമ്പോൾ വളരെ എളുപ്പമാണ്, ലളിതമാണ്. എങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയ സ്ത്രീകളെ ഒറ്റയ്ക്കിരുത്തിയിട്ട് അവരനുഭവിച്ച പ്രയാസങ്ങളൊന്ന് ചോദിച്ചാലാണ് പലപ്പോഴും ഇതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത്. ഈ സ്ത്രീകളെ പലപ്പോഴും സർവേ ചെയ്ത് നോക്കിയാൽ അവരുടെ ഗർഭനിരോധിത സർജറിക്ക് ശേഷം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പലപ്പോഴും കയ്യും കണക്കും ഉണ്ടാകില്ല. അത്രത്തോളം ഗുരുതരമായ ആരോഗ്യ പ്രയാസങ്ങളിലൂടെയാണ് പല സ്ത്രീകളും കടന്നു പോകുന്നതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശസ്ത്രക്രിയ പ്രസവം നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമാണോ അവിടെ സംഭവിക്കുന്നത്? അങ്ങനെ അല്ല എങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ ഗുരുതരാവസ്ഥകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നില്ല? പണ്ടുള്ള വാർദ്ധക്യത്തിലെത്തിയ അമ്മമാരെയും ഇപ്പോൾ പ്രസവം നിർത്തിയ യുവതികളെയും പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, പഴയ വാർദ്ധക്യത്തിലെത്തിയ പ്രസവം നിർത്തുക എന്ന പേരിൽ ഈ ശസ്ത്രക്രിയയിൽ പെടാത്ത അമ്മമാർക്ക് നല്ല ആരോഗ്യം കാണുന്നുണ്ട്. എങ്കിൽ ഈ പ്രസവം നിർത്തുക എന്ന് പറയുന്ന ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ത്രീകൾ ധാരാളം ഇമോഷണലിയും ശാരീരികമായും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രധാനമായും നടുവിന് താഴ്ഭാഗത്തേക്ക് തീരെ സുഖമില്ലാത്ത അവസ്ഥയിലായി ധാരാളം സ്ത്രീകളെ കാണുന്നു. ഇമോഷണലി ഇംബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഗർഭനിരോധിത മാർഗങ്ങളും അതിൻ്റെ പ്രയോജനങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും ഇന്ന് സമൂഹത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. മനുഷ്യൻ്റെ ജീവിതം ഇവിടെ വളരെ സുഖകരമായാണ് നമുക്ക് സൃഷ്ടാവ് തന്നിട്ടുള്ളത്. പക്ഷെ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നമ്മളുടെ ഇത്തരം പ്രയോഗങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ എന്താണ് ഗർഭധാരണം, എന്താണ് പ്രസവം എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ നാച്ചുറൽ പ്രോസസ്സാണ്. ഇതിനെ തടയിടാൻ വേണ്ടി ചെയ്യുന്ന ഈ സർജറിയോ ഒരിക്കലും ഇത് നാച്ചുറൽ പ്രോസസ്സല്ല. ഇത് ഈ അടുത്ത കാലത്തായിട്ട് മനുഷ്യരുടെ ഇടയിൽ കടന്നു കയറിയ വളരെ അപകടം പിടിച്ചൊരു പ്രോസസ്സാണ് എന്ന് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ സർജറി കൊണ്ടുള്ള ഗുണം എന്താണ്? കുട്ടികളാകുന്നില്ല എന്നതാണ് ഗുണമായി പറയുന്നതെങ്കിൽ ഇതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് ഇതിൻ്റെ ദോഷം എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഓരോ സ്ത്രീയും അവരുടെ സ്വസ്ഥമായ സുഖകരമായ ജീവിതത്തിന് പലപ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പോലെയാണ് ഈ സർജറി കാണുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പലപ്പോഴും ഈ വിഷയം മനസ്സിലാക്കിയ സഹോദരിമാർ വിഷമം പറയുമ്പോൾ ചികിത്സയ്ക്കൊക്കെ വരുന്ന സമയത്താണ് അവരോട് നമ്മൾ പറയാറുണ്ട്, പ്രസവം നിർത്തുക എന്ന പേരിൽ സർജറി സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും ഇന്ന് ഉണ്ട്. ഇത് രണ്ടും വളരെ അപകടം പിടിച്ച പണിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ സ്ത്രീകളെ ഇതിൻ്റെ പേരിൽ ദ്രോഹിക്കാൻ പാടില്ല. സ്ത്രീകളോട് പറയാറുള്ളത്, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ അത് നിർത്താൻ ആവശ്യപ്പെടുക. അങ്ങനെ വിവരവും ബോധവും ഉള്ള ഒരു ഭർത്താവ് നിർത്തുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ സ്വന്തം ആരോഗ്യം എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഇത്തരം സർജറികളിൽ കൊണ്ട് തള്ളിയിടുന്ന പ്രവണത അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ ഞാനല്ല, സ്ത്രീകളാണ് ശബ്ദിക്കേണ്ടത്. ഇനി മറ്റ് ഗർഭനിരോധിത മാർഗങ്ങൾ, അതിൻ്റെ ഗുണവും ദോഷവുമൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഇത് വേറെന്തെങ്കിലും കലർത്തിക്കൂട്ടുന്ന എന്തെങ്കിലും കേൾക്കാൻ ഇമ്പമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനല്ല. ഒരുപാട് ഗുരുതരമായ പ്രയാസങ്ങളിലൂടെ പല രോഗികളും ചികിത്സയ്ക്കായി വരുമ്പോൾ അറിയേണ്ട ചില വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ഗർഭനിരോധിത അവസ്ഥയ്ക്ക് വേണ്ടി താൽക്കാലികമായി ഉപയോഗിക്കുന്ന കോണ്ടം പോലെയുള്ള കാര്യങ്ങളിൽ പോലും ധാരാളം പ്രയാസങ്ങൾ, സ്കിൻ അലർജികളൊക്കെ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്ത്രീയും പുരുഷനും അനുഭവിക്കുന്ന പ്രയാസം, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മുക്തമാകാം എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കട്ടെ. ഗർഭനിരോധിത സർജറിക്ക് ശേഷം നിങ്ങൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യാവസ്ഥ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തി ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ ഭാഗമാകുക.
നമുക്ക് ഈ വിഷയം സമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് ഇടാം. അതുപോലെ തന്നെ ഇത്തരം പ്രവണതകൾ ചെയ്തു കൊടുക്കുന്ന ആളുകളും നിർബന്ധമായും ഈ ചെയ്ത ആളുകളുടെ ആരോഗ്യാവസ്ഥ, മാനസികാവസ്ഥയൊക്കെ നിങ്ങൾ പിന്നീട് അന്വേഷിക്കണം. പഠനങ്ങൾ നടക്കട്ടെ. പുതിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചയിൽ കാണാം. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും.